ഹായ് ഓൾ, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ പ്രിലിംസ് ഹാക്കർ ക്യാപ്സ്യൂളിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന തീം UPSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയൊരു തീമാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് ഈ ഒരു തീമിൽ നിന്ന് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ ഒരു തീം എന്ന് പറയുന്നത് ട്രെൻഡ്സ് ഇൻ എക്കോണമിയാണ്. സോ എന്തുകൊണ്ട് ഈ ഒരു തീം ഇത്രത്തോളം UPSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻസ് ഉണ്ടായി എന്ന് നമുക്ക് നോക്കാം. അത് ഈ ഒരു ഹെഡ്ലൈൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 55% Indian economy continues to grow positively, HSBC Global Research. And the economy, the top 10 trends of 2025, what to expect in US, China, India. ഇങ്ങനെ ഒട്ടനവധി ഹെഡ്ലൈൻസ് ഈ ഒരു തീമുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് വന്നിട്ടുണ്ട്. സോ ഇനി UPSC കഴിഞ്ഞ വർഷങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ അധികം വർഷങ്ങളിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചതെന്ന് നമുക്ക് നോക്കാം. 2021 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. Other thing remain unchanged. Market demand for a good might increase if price of its substitute increases, price of its complement increases, the good is an inferior good and income of the consumers increases, its price falls. Which of the above statements are correct? And 2020 അതേ കണക്ക് തന്നെ which of the following factors or policies were affecting the price of rice in India in the recent past? 2023 രണ്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു ട്രെൻഡ്സ് ഇൻ എക്കോണമി എന്ന് പറഞ്ഞ തീമിൽ നിന്ന് മാത്രമായിട്ട് വന്നത്. In the context of finance, the term beta refers to consider the following. First one, demographic performance, forest and ecology, governance reforms, stable government, tax and fiscal effort. For the horizontal tax devolution, the 15th Finance Commission used how many of the above as criteria other than population area and income distance? ഇങ്ങനെ ഒരു വർഷം തന്നെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഒരേ തീമിൽ നിന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം റെലവൻസ് ഈ ഒരു തീമിന് UPSCയുടെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഉണ്ട് എന്നത്. സോ ഈ ഒരു ട്രെൻഡ്സ് ഇൻ എക്കോണമി പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എക്കോണമി സർവേക്കാണ്. സോ എക്കോണമി സർവേ ഓഫ് ഇന്ത്യ 2025 എന്തിനാണ് നമ്മൾ എക്കണോമിക് സർവേക്ക് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? കാരണം ഇന്ത്യയുടെ ഓവറോൾ എക്കോണമി ഗ്രോത്ത് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന എക്കോണമി സർവേയിലൂടെയാണ്. അതായത് ഇന്ത്യയുടെ ഗ്രോത്തും സ്റ്റെബിലിറ്റിയും അതേണക്ക് തന്നെ ഇനിയുള്ള വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലേക്ക് ഇന്ത്യയുടെ പോളിസി ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന എക്കോണമി സർവേ കൂടെയാണ്. മാക്രോ എക്കോണമിക് ഓവർവ്യൂ. ഇന്ത്യയുടെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് റെക്കോർഡായിരുന്നു. അതായത് 7.6% ഗ്രോത്ത് ആയിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് ജസ്റ്റ് 7.2 ആയിരുന്നു. അതിൽ നിന്നും 7.6%ലേക്ക് നമ്മുടെ ഗ്രോത്ത് മാറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് സർവീസ് സെക്ടർ ആയിരുന്നു. ഓക്കെ, ദെൻ ഇൻഫ്ലേഷൻ. ഈ പറഞ്ഞ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലായാലും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിലായാലും ഒക്കെ മോഡറേറ്റ് ആയിട്ടുള്ള രീതിയിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ന് വെച്ച് വളരെ വലിയൊരു ഇൻഫ്ലേഷൻ സ്റ്റേറ്റിലേക്കൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലായാലും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിലായാലും ഇത്രത്തോളം ഒരു സ്പൈക്ക് വരാനുണ്ടായ റീസൺ എന്ന് പറയുന്നത് ഫ്യൂവൽ പ്രൈസിന്റെ ഹൈക്കായിരുന്നു. സോ ഇൻഫ്ലേഷൻ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ദെൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അതായത് നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് റവന്യൂവിനേക്കാൾ കൂടുതൽ വരുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ കൂടുതലും ബോറോയിങ്സിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരും. സോ അതാണ് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ ആ ഒരു ട്രെൻഡ്സ് നോക്കുമ്പോൾ തന്നെ വളരെയധികം ഫിസ്ക്കൽ ഡിസിപ്ലിൻ നമ്മൾ കൊണ്ടുവന്നതായിട്ട് ആ ഒരു വർഷത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ഫിസ്ക്കൽ പോളിസി ആൻഡ് പബ്ലിക് ഫിനാൻസ്. ടാക്സ് റവന്യൂ. നമ്മുടെ ടാക്സ് റവന്യൂ 10% ആയിട്ട് വളർന്നിട്ടുണ്ട്. അത് GST കോൺട്രിബ്യൂഷൻ ആയാലും ഡയറക്ട് ടാക്സ് കോൺട്രിബ്യൂഷൻ ആയാലും ഒക്കെ വളരെയധികം രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ദെൻ എക്സ്പെൻഡിച്ചർ ഫോക്കസ് ചെയ്യുമ്പോൾ ഹെൽത്ത് കെയറിന് 15% വർധനവ് ഹെൽത്ത് കെയർ സെക്ടറിൽ മാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഫിസ്ക്കൽ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് മീഡിയം ടേം റോഡ് മാപ്പ് ഓൺ ട്രാക്ക് അവസ്ഥയിൽ തന്നെയാണ്. ഓക്കെ, ഇനി ഓരോ സെക്ടർ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എക്കോണമി. അതായത് അഗ്രികൾച്ചർ സെക്ടറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെയധികം, അതായത് ഫുഡ് ഗ്രെയിൻസിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെയധികം രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5% ഔട്ട്പുട്ട് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഫേവറബിൾ മൺസൂൺ ആയിരുന്നു ആ ഒരു ടൈമിൽ നമുക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് ദെൻ റൂറൽ എംപ്ലോയ്മെന്റ്, MG NREG അടക്കമുള്ള സ്കീമുകൾ വളരെയധികം ലൈവ്ലിഹുഡ് സപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ കീ കൺസേൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് റീഫോംസ് ആണ്. അത് സ്റ്റിൽ ഒരു ചലഞ്ച് ആയിട്ട് നിൽക്കുന്നുണ്ട്. ദെൻ സെക്കൻഡ് സെക്ടർ, ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഫസ്റ്റ് വൺ, മാനുഫാക്ചറിംഗ്.
മാനുഫാക്ചറിങ് വളരെയധികം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, 8% എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ തന്നെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീംസ് ഒക്കെ ഇതിനൊരു ആഡപ്പ് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ പുഷ്, അതിനൊക്കെ തന്നെ വളരെയധികം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കണ്ടൊരു വർഷമായിരുന്നു. റോഡ്സ് ആയാലും റെയിൽവേസ് ആയാലും അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ഒക്കെ വളരെയധികം പുരോഗതി പ്രാപിച്ചൊരു വർഷം തന്നെ ആയിരുന്നു കടന്നുപോയത്. ദെൻ FDI, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, വളരെയധികം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യ എന്ന രാജ്യത്തിനോടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് ആണ് അവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിലായാലും ഒക്കെ വളരെയധികം ഒരു സ്റ്റെബിലിറ്റി ആയാലും ഒരു ഗ്രോത്ത് ആയാലും ഒക്കെ ഈ പറയുന്ന ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കാരണം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ദെൻ സർവീസസ് ആൻഡ് ഡിജിറ്റൽ എക്കോണമി, IT ആൻഡ് സർവീസസ് 12% വളർന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ പറയുന്ന സർവീസ് സെക്ടർ ആണ്. സോ IT ആൻഡ് സർവീസസും ഈ പറയുന്ന 12% അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഡിജിറ്റൽ ബൂസ്റ്റ്, കൊമേഴ്സ് ആയാലും ഡിജിറ്റൽ പേയ്മെന്റ്സിന്റെ ആയാലും ഒക്കെ വളരെയധികം ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്, അതായത് വളരെയധികം ടാർഗറ്റഡ് പ്രോഗ്രാംസ്, എല്ലാവർക്കും എംപ്ലോയ്മെന്റ് എന്നൊരു ലക്ഷ്യത്തോടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരുപാട് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. PM കൗശൽ യോജന, അങ്ങനെ ഒട്ടനവധി സ്കീമുകൾ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ സെക്ടർ പ്രോഗ്രസ്, ഓരോ സോഷ്യൽ സെക്ടറിലും കഴിഞ്ഞ ഒരു വർഷം എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടായി എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷൻ. എല്ലാ സ്റ്റേറ്റിന്റെയും കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഓവറോൾ ലിറ്ററസി ആയാലും അതേനൊക്കെ തന്നെ സ്കൂൾ എൻറോൾമെന്റ് റേഷ്യോ ആയാലും ഒക്കെ ഒരുപാട് ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ദെൻ പോവർട്ടി റിഡക്ഷൻ, നാഷണൽ പോവർട്ടി ഒരു 2% കുറഞ്ഞിട്ടുണ്ട്. ദെൻ ഹെൽത്ത് കെയർ, കാരണം പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് കൂടിയത് കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പാൻഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഹെൽത്ത് കെയർ എന്ന സെക്ടറിനും ഒരുപാട് ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ എംപ്ലോയ്മെന്റ് ആൻഡ് ലേബർ മാർക്കറ്റ്, എംപ്ലോയ്മെന്റ് റേറ്റ് വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റൈസ് ആണ് സംഭവിച്ചത്. കാരണം ആഫ്റ്റർ കോവിഡ് പാൻഡമിക് ഒരുപാട് അൺഎംപ്ലോയ്മെന്റ് കൺസേൺസ് നമുക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ വാർ കണ്ടീഷനും ഇൻഫ്ലേഷൻ സ്റ്റേറ്റ് ഒക്കെ നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ കുറച്ചുകൂടി വേഴ്സൺ ആക്കിയിരുന്നു. പക്ഷെ ഈ ഒരു വർഷം നമ്മൾ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് റൈസ് എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ഫീമെയിൽ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, അതൊരു 1.5% ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. അത് റൂറൽ സെക്ടറിലായാലും ഫീമെയിൽ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ വളരെയധികം കൂടിയിട്ടുണ്ട്. ദെൻ സ്കിൽ പ്രോഗ്രാംസ്, ഈ പറയുന്ന എംപ്ലോയ്മെന്റ് ജനറേഷന് വേണ്ടിയിട്ട് ഒരുപാട് സ്കിൽ പ്രോഗ്രാംസ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലേബർ മാർക്കറ്റ് ഗ്യാപ്സ് കുറയ്ക്കാനായിട്ട് ഒരുപാട് സ്കിൽ പ്രോഗ്രാംസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, നമ്മുടെ റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ വളരെയധികം കൂടിയിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ക്ലൈമറ്റ് കമ്മിറ്റ്മെന്റ് ആണ് അവിടെ കാണിക്കുന്നത്. സോ നമ്മുടെ ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് കൂടുതലും മിറ്റിഗേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ പോളിസിയിൽ ബേസ് ചെയ്തിട്ടാണ്. ദെൻ ഔട്ട്ലുക്ക് ആൻഡ് പോളിസി പാത്ത്, അതായത് ഇനിയുള്ള വർഷം നമ്മുടെ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പോളിസി ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. 2025-26 നമ്മുടെ GDP പ്രഡിക്ഷൻ എന്ന് പറയുന്നത് 8% ആണ്. അതിനൊക്കെ ഇൻഫ്രാ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പബ്ലിക് സെക്ടറിന്റെ വളർച്ചയ്ക്കായാലും അതിനൊക്കെ തന്നെ പ്രൈവറ്റ് സെക്ടറിനായാലും ഒക്കെ ഒരുപാട് നമ്മൾ ക്യാപിറ്റൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്തിനും വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യും. നമ്മുടെ എംപ്ലോയ്മെന്റ് ജനറേഷനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. അതിനൊക്കെ സോഷ്യൽ പ്രോഗ്രാംസിന് വേണ്ടി മാത്രമായിട്ട് 1 ബില്യൺ അലോക്കേറ്റ് ചെയ്യാനും ഈ പറയുന്ന എക്കോണമി സർവേ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു തീമിൽ നിന്ന് പ്രിലിംസിൽ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാന്ന് നോക്കാം. ഇൻഫ്ലേഷനെ മോണിറ്ററി പോളിസി ആയിട്ട് ലിങ്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ സാധിക്കും. കാരണം പലപ്പോഴും ഈ പറയുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, ഇൻഫ്ലേഷൻ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഹെഡ്ലൈൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഫ്യൂവൽ പ്രൈസിന്റെ ഹൈക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട മേഖല എന്ന് പറയുന്നത് RBIയുടെ മോണിറ്ററി പോളിസീസ്, അതായത് റിപ്പോ, റിവേഴ്സ് റിപ്പോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ, ഇവയൊക്കെ എങ്ങനെയാണ് ഇൻഫ്ലേഷനെ മാനേജ് ചെയ്യുന്നുള്ളത് നിങ്ങൾ നോക്കി പോവുക. ആൻഡ് ട്രെൻഡ് ബേസ്ഡ് ഡേറ്റാസ് നോക്കുക, മോണിറ്ററി പോളിസിയുടെ ഡിസിഷൻസ് നോക്കി പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ദെൻ ഫിസ്ക്കൽ കൺസോളിഡേഷൻ ആൻഡ് FRBM ആക്ട്, ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇന്ത്യയുടെ മീഡിയം ടേം ടാർഗറ്റ്സിനെ കുറിച്ചൊക്കെ ഹെഡ്ലൈൻസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മൾ കൂടുതലും കണക്ട് ചെയ്യേണ്ട FRBM ആക്ട് പ്രൊവിഷൻസും എസ്കേപ്പ് ക്ലോസുകളും അതേണക്കിന് റീസെന്റ് അമെന്റ്മെന്റ്സ് ഒക്കെയാണ് നമ്മൾ അവിടെ പഠിച്ചു പോകേണ്ടത്. ബഡ്ജറ്റുമായിട്ട് അതേണക്കിന് എക്കോണമി സർവേ ലിങ്ക് ചെയ്ത് അവിടെ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. സോ നെക്സ്റ്റ്, എംപ്ലോയ്മെന്റ് ട്രെൻഡ്സ് ആൻഡ് ലേബർ റീഫോംസ്. കാരണം ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ വളരെയധികം വർദ്ധിച്ച ഒരു വർഷമായിരുന്നു.
അതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്കിൽ ഡെവലപ്മെന്റ് ആയിരുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മൾ പലപ്പോഴും കോഡ് ഓൺ വേജസ്, NCS പോർട്ടല്, സ്കിൽ ഇന്ത്യ മിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹെഡ്ലൈൻസിൽ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഗവൺമെന്റ് സ്കീംസുകളൊക്കെ മൊത്തം റിവൈസ് ചെയ്ത് പോവുക. അതേണക്ക് തന്നെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ പോയിന്റ്സും നിങ്ങൾ നോക്കി പോവുക. ദെൻ റിന്യൂവബിൾ എനർജി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. കാരണം 20% ഇൻക്രീസ് നമ്മുടെ റിന്യൂവബിൾ എനർജിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ UPSC കൂടുതലും SDG ഗോൾസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. എനർജി മിക്സ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ചോദിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു. സോ SDG പ്രോഗ്രസ് റിപ്പോർട്ട്, നാഷണൽ സോളാർ മിഷൻ, ഹൈഡ്രജൻ പോളിസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി പോവുക. സോ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് ആൻഡ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ FDI ഇൻഫ്ലോസ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് മാനുഫാക്ചറിംഗ് സെക്ടറിലായാലും സർവീസ് സെക്ടറിലായാലും ഒക്കെ വളരെയധികം കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീംസ്, ഈ FDI ലിമിറ്റ്, കാരണം ഓട്ടോമാറ്റിക് റൂട്ടിലൊക്കെയുള്ള FDIക്കൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ ഇനിഷ്യേറ്റീവ്സ് ഒക്കെയാണ് അവിടെ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. സോ സെക്ടർ വൈസ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീംസ് നോക്കുക, കറന്റ് FDI ലിമിറ്റ്സ് നോക്കുക, വേൾഡ് ബാങ്കിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ നോക്കുക. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രെൻഡ്സ് ഇൻ എക്കോണമിയുടെ ഒരു ഓവർവ്യൂ ആണ്. സോ നമ്മൾ ഓരോ സെക്ടറിനെ കുറിച്ചായാലും സോഷ്യൽ സെക്ടേഴ്സിനെ കുറിച്ചായാലും നമ്മുടെ പ്രഡിക്ഷൻസ് ആയാലും നെക്സ്റ്റ് ഇയറിലേക്കുള്ള നമ്മുടെ പ്രഡിക്ഷൻസ് ആയാലും ഒക്കെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തന്നെ UPSCയുടെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഈ ഒരു തീമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിയത് ട്രെൻഡ്സ് ഇൻ എക്കോണമി എന്ന തീമിന്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ദക്ഷിണ ലേണിംഗ്സിന്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് തീം നമ്പർ 28 ഈ ഒരു തീമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ലഭിക്കും. എല്ലാവരും അത് പോയി കാണുക. മറ്റൊരു സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം.